സിസ്റ്റം എന്ന ഒരു ടെലിഫോണിലെ ഒരു സിസ്റ്റമാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര കഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ഞാൻ ലക്നൌവിലും ജോലി നോക്കിയിട്ടുണ്ട്, ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്, ബോംബെയിൽ ജോലി നോക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനൊരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ മാത്രം എങ്ങനെ ഒരു സിസ്റ്റം വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് വിവരക്കേടാണ് മാഡം, ഇങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് അതിൽ തന്നെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. ഞാനിത് പറയുന്നത് അങ്ങനെ, ഞാനിത് വിവരക്കേടാണ്, ഇത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന്റെ പേരിലുള്ള പക കൊണ്ട് പിന്നീടുള്ള 6 ദിവസം ഈ കസബ പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്നെ വെച്ചിരുന്നു. പിന്നെ എന്നെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയില്ല. കസബ പോലീസ് സ്റ്റേഷനിലെ കള്ളു കുടിക്കുന്നവനും പെണ്ണ് പിടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും അതുപോലെ കള്ളനോട്ടടിക്കുന്നവനും ഒക്കെ കൊണ്ടുവന്നിട്ട് അടച്ചിടുന്ന കസബ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറിയിൽ 6 ദിവസം ഒരു ബെഡ്ഷീറ്റ് തന്നെ കിടത്തി. എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, ഇരിക്കാൻ കഴിയില്ല. ബാത്റൂമിൽ പോകാൻ അവിടെ വെസ്റ്റേൺ ക്ലോസറ്റ് സംവിധാനമില്ല. അല്ലാത്ത ബാത്റൂമിൽ ഈ കാല് വെച്ചുകൊണ്ട് പോയാൽ ഞാൻ കീഴെ വീണു പോകും. 6 ദിവസം ഈ കോഴിക്കോടിന്റെ മണ്ണിൽ എന്നെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള മറുപടിയാണ് എന്റെ മുന്നിൽ കാണുന്ന ഈ പാരാവാരം പോലെ നീണ്ടുനിവർ കിടന്നു കിടക്കുന്ന മനുഷ്യ മഹാസമുദ്രമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നു, എനിക്കാരോടും പ്രതികാരമില്ല, ഞാൻ ആരോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല, ആരോടും എനിക്ക് വാശിയില്ല. ഞാൻ തിരുവനന്തപുരത്തിരിക്കുമ്പോൾ പത്രത്തിൽ വായിച്ചു, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ശ്രദ്ധിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക പോലീസ് സംരക്ഷണം കൊടുക്കുന്നു എന്ന്. വേണ്ട, എന്റെ കുട്ടികൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. ആരും ഭയപ്പെടണ്ട. അറസ്റ്റ് ചെയ്തവൻ മാത്രമല്ല, എന്റെ വലതുകാൽ ബോംബ് വെച്ച് തകർത്ത കിരാതന്മാർക്ക് പോലും ഞാൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എനിക്കിനി അതേക്കുറിച്ച് ആരോടുമൊന്നും പറയാനില്ല. പക്ഷേ തിരിച്ചു വീണ്ടും ഈ കോഴിക്കോടെത്തി. അന്ന് മണിക്കൂറുകളോളം ഒന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കാത്തു നിന്നിട്ട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിപ്പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വാസുവേട്ടനെ അടുത്തിരുത്തിക്കൊണ്ട് എനിക്ക് ഈ വേദിയിൽ ഒരുമിച്ചുകൂടാൻ കഴിഞ്ഞത് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും മുഹൂർത്തമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിനെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ്. ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. രണ്ടാമതായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ സുപ്രീം കോടതി എനിക്കെതിരെ നീതി നിഷേധിച്ചപ്പോൾ, ഹൈക്കോടതി ആവർത്തിച്ച് എനിക്കെതിരെ നീതി നിഷേധിച്ചപ്പോൾ, ഈ രാജ്യത്തെ മുഴുവൻ കോടതികളും എനിക്കെതിരെ നീതി നിഷേധിച്ചപ്പോൾ, നിങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടില്ല മക്കളെ. അതിലെനിക്ക് സന്തോഷമുണ്ട്, അതിലെനിക്ക് നന്ദിയുണ്ട്. ആ സന്തോഷവും നന്ദിയുമാണ് സർവാതിശക്തനുള്ള സന്തോഷത്തിനും നന്ദിക്കും ശേഷം എനിക്ക് നിങ്ങളോടാണ് നന്ദി രേഖപ്പെടുത്താനുള്ളത്. എനിക്ക് കടപ്പാട്. പലരും ചോദിക്കാറുണ്ട്, അച്യുതാനന്ദനോട് കടപ്പാടുണ്ടോ, ഉമ്മൻചാണ്ടിയോട് കടപ്പാടുണ്ടോ? എനിക്ക് ആരോടും കടപ്പാടില്ല. കടപ്പാടുള്ളത് എന്റെ റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമാണ്. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടി ജനങ്ങത്തിറങ്ങി ദീർഘകാലം 9.5 വർഷക്കാലം കണ്ണുനീര് കുടിച്ച, 9.5 വർഷക്കാലം കഷ്ടപ്പെട്ട, 9.5 വർഷക്കാലം പീഡനങ്ങൾ സഹിച്ച, സ്വന്തം വീടുകളിൽ നിന്ന് പോലും ഇറക്കി വിടപ്പെട്ട, ഒരുപാട് യാതനകളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്ന എനിക്ക് കേസ് നടത്താൻ വേണ്ടി ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പാവപ്പെട്ട പ്രവർത്തകർ പാത്രവും കൊണ്ടുപോയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 8 ലക്ഷത്തോളം രൂപ, ഒരു ജുമാ സമയത്ത് 8 ലക്ഷത്തോളം രൂപ തന്ന മലപ്പുറം ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട മക്കൾ, അതിനോടൊപ്പമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവരോടൊക്കെയാണ് എനിക്ക് കടപ്പാടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടുകളിലെത്തുമ്പോൾ ചോദിക്കാതെ എനിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് കാതിൽ കിടന്ന് കമ്മലൂരി കൊടുത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും പെങ്ങന്മാരും, അവരോടാണ് എനിക്ക് കടപ്പാടുള്ളത്. എന്റെ കടപ്പാട് ഈ സമുദായത്തോടാണ്, ഈ പാവപ്പെട്ട സമൂഹത്തോടാണ്, ഈ രാജ്യത്തെ മർദ്ദിത ജനതയോടാണ് എന്റെ കടപ്പാട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കറിയും, കഴിഞ്ഞ ഒരു മാസമുണ്ടായ, ആഗസ്റ്റ് മാസത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു മാസത്തിന്റെ തുടക്കം മുതലുണ്ടായ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ, സഞ്ജയ് ദത്ത് ജയിലിലടയ്ക്കപ്പെട്ട സഞ്ജയ് ദത്ത് ജയിലിലടയ്ക്കപ്പെടുന്നതിന് മുമ്പ് സഞ്ജയ് ദത്ത് കുറ്റവാളിയാണ് എന്ന് തെളിയുമ്പോഴും അവിടുത്തെ ജഡ്ജി പറഞ്ഞു സഞ്ജയ് ദത്തിനെ ഭീകരത ആരോപിക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ വിനീതനായ എന്നെ കുറിച്ച് എന്റെ കേസിൽ ജാമ്യം കേട്ട ആദ്യത്തെ ജഡ്ജി കനികാചലം പറഞ്ഞത് എന്നിൽ ബോംബ് സംസ്കാരം അന്തർലീനമാണ് എന്നാണ്. അതിനയാൾ കാരണം പറഞ്ഞത് എന്റെ വലതുകാല് ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ ബോംബാക്രമണത്തിൽ വലതുകാൽ തകർക്കപ്പെട്ടു എന്നത് എന്നിൽ ബോംബ് സംസ്കാരം അന്തർലീനമാണ്. ബോംബ് കൾച്ചർ ഈസ് ഇൻഹെറന്റ് ഇൻ ഹിം എഴുതി വെച്ചു.
ഞാൻ അതിന് മറുപടി കൊടുത്തതൊക്കെ നിങ്ങൾക്കറിയും. ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു സന്തോഷം എപ്പോഴുമുണ്ട്. ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞു, വേറൊരു വഴിയില്ലല്ലോ, പിന്നെന്റെ വക്കീലിന് സംസാരിക്കാൻ അവസരമില്ല. പച്ച തെറ്റുകൾ നിറഞ്ഞ, വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ ഓർഡർ എഴുതി വെച്ചപ്പോൾ ആ ഓർഡർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ജഡ്ജ്, താങ്കളോട് ഞാൻ ചോദിക്കുന്നു, എന്റെ ഒരു കാല് ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ടു എന്നത് ശരിയാണ്. ഒരു കാൽ ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ടാൽ ഞാൻ അതിന്റെ പേരിൽ ബോംബ് സംസ്കാരമുള്ളവനാണെന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ, നാളെ ആ വണ്ടിയിൽ പുറത്തൂടെ പോകുമ്പോൾ ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് നിങ്ങളുടെ ഒരു കൈ നശിച്ചു പോയാൽ നിങ്ങളിൽ ബോംബ് സംസ്കാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റു കസേരയിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഇരിക്കണം അവിടെ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു. അവസാനം അയാൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല, നിങ്ങളൊരു ജഡ്ജിയല്ല, നിങ്ങളൊരു ജഡ്ജിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേസ് നടത്താതിരിക്കുക. നിങ്ങൾ കേസ് നടത്തുമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കേസ് നടത്താൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ വിധി പറയുക, എനിക്ക് നിങ്ങൾ തൂക്കുമരം തരിക. ആ തൂക്കുമരത്തിലേക്ക് തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ 2 വട്ടം അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ വന്ന ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കളഞ്ഞത്. അതൊന്നും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, അതേക്കുറിച്ച് കൂടുതൽ പ്രസംഗിക്കുന്നുമില്ല, സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. അവിടെയും എനിക്ക് നീതി നിഷേധമാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്നും എനിക്ക് നീതി കിട്ടിയില്ല. അവസാനം ഞാൻ ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാ? എന്താ അബ്ദുൽ നാസർ മഅദനിയും സഞ്ജയ് ദത്തും തമ്മിലുള്ള വ്യത്യാസം? സഞ്ജയ് ദത്തിനെ കുറിച്ച് കുറ്റവാളിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും കോടതി പറയുന്നു ഇദ്ദേഹത്തിന് ഭീകരനാകാൻ കഴിയില്ല എന്ന്. കുറ്റവാളിയായതിന് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ തന്നെ പറയുന്നു അദ്ദേഹത്തിന് നല്ല നടപ്പിന് വിട്ടാൽ മതിയെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ഈ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്? ഞാൻ സഹിച്ചത് മഹാകാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ രാജ്യത്തെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നാം ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, ഗോണ്ടനാമയിലെ മനുഷ്യ തടങ്കൽ പാളയത്തിൽ കഠിനമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭീകരനായ ജോർജ് ബുഷ് എന്ന കിരാതന്റെ ക്രൂരമായ വൃത്തികെട്ട സമീപനങ്ങൾക്ക് വിധേയരായി ഗോണ്ടനാമയിൽ കിടക്കുന്ന നൂറുകണക്കിന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പിറന്നു വീണ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഇറാഖിന്റെ മണ്ണിൽ കടന്നു കയറി ഇറാഖിന്റെ ധീരനായകൻ സദ്ദാം ഹുസൈനെ പിടിയിലാക്കി അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് നിരപരാധികളെ വിവിധ സ്ഥലങ്ങളിലെ തടങ്കൽ പാളയങ്ങളിൽ അടച്ച് അബൂഗരീബിൽ ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പിറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി പിറന്നു വീണ നാട്ടിൽ കബറടക്കാൻ 6 അടി മണ്ണ് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മസമര രംഗത്ത് നിൽക്കുന്ന ഫലസ്തീനിലെ നൂറുകണക്കിന് ചുണക്കുട്ടികളെ ഇസ്രായേലിലെ ജൂതപ്പരുഷകൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇസ്രായേലിലെ തടങ്കൽ പാളയത്തിൽ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നൂറുകണക്കിന് സഹോദരന്മാർ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഗുജറാത്തിലെ ജയിലുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട നൂറുകണക്കിന് സഹോദരന്മാർ സർവ്വ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടുകൊണ്ട് കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കോഴിക്കോട് ജയിലിലെ നമ്മുടെ മാറാട്ട പ്രിയപ്പെട്ട സഹോദരന്മാരിൽ നിരവധി നിരപരാധികൾ അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുന്നു, മാറാട്ട് ആദ്യം നടന്ന കലാപവും രണ്ടാമത് നടന്ന കലാപവും തെറ്റ് തന്നെയാണ് എന്നാണ് അബ്ദുൽ നാസർ മഅദനിയുടെയും PDPയുടെയും അഭിപ്രായം. ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആദ്യം നടന്ന കലാപവും തെറ്റാണ്, ആ കലാപത്തോട് ഗവൺമെന്റ് സ്വീകരിച്ച സമീപനവും തെറ്റാണ്. രണ്ടാമത് നടന്ന കലാപവും തെറ്റാണ്, അവിടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടത് തെറ്റാണ്. ആ തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുന്നു, നിരപരാധികളായ സഹോദരന്മാർ മാറാടിന്റെ പേരിൽ ജയിലിൽ കിടപ്പുണ്ട്. ആ നിരപരാധികളായ സഹോദരന്മാർ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പീഡനങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതികഠിനമായ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ 9.5 വർഷക്കാലം അബ്ദുൽ നാസർ മഅദനി സഹിച്ചത് ഒരു വലിയ ത്യാഗമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല മക്കളെ. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് ഈ 9.5 വർഷക്കാലത്തെ ത്യാഗങ്ങളും പീഡനങ്ങളും ഞാൻ ഏറ്റുവാങ്ങുന്നത്. അതല്ലാതെ എനിക്കാരോടും വിരോധവും പകയുമില്ല. എന്റെ നാഥന്റെ വിധിയുടെ ഒരു ഭാഗം അല്ലാഹുവിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പടച്ചോന്റെ തീരുമാനമാണ്.
പുറത്തു നിൽക്കുമ്പോൾ ബോംബാക്രമണം ഉണ്ടായി, ഒരു കാല് നഷ്ടപ്പെട്ടു, ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു. അതുപോലെ